ഇപ്പൊ സ്ക്രീൻ ഓക്കെ ആണല്ലോ അല്ലെ? ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യണം കേട്ടോ. ഞാനൊന്ന് ബാക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു, അതാ ചോദിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഇത് ഒന്ന് റിവൈസ് ചെയ്യാം. അതിനുശേഷം അസസ്മെന്റ് ഇയർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻകം ഏൺ ചെയ്തതിന് ശേഷം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വർഷമാണ് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ ഇൻകം ഏൺ ചെയ്യുന്ന വർഷമാണ്. അപ്പം അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞത്, അതായത് സാധാരണഗതിയിൽ പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അസസ്മെന്റ് ഇയറിലാണ് ടാക്സ് വരിക. പക്ഷെ ഈ ഒരു സന്ദർഭങ്ങളുണ്ട്, കാണുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു, ഞാനത് വിശദീകരിക്കുന്നില്ല. ഈ ഒരു സന്ദർഭങ്ങളിൽ എന്താണ് പിന്നെ പ്രീവിയസ് ഇയറിൽ തന്നെയാണ് ഇൻകത്തിന് എന്ത് ചെയ്യുക, ടാക്സ് കൊടുക്കേണ്ടി വരിക. അതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു. ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്റെ ഈ ഒരു ബേസിക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ ഒന്ന് വായിച്ചു പോകട്ടോ. അത് നമുക്ക് ആ സമയത്ത് റെഡിയാക്കാം. ഓക്കെ, പേഴ്സൺ ആരാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഴ്സൺ ഇൻഡിവിജ്വൽ HUF, ഫേം AOP BOI, അതുപോലെ തന്നെ AJP പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനിയാണ് നമ്മുടെ ഇന്നത്തെ പുതിയ ക്ലാസ്. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ 1 മിനിറ്റ് ആവശ്യമുള്ളൂ നമ്മളെ പല കാര്യങ്ങളും റിവൈസ് ചെയ്യാൻ. അത് നിങ്ങളും കൂടെ ഒന്ന് ഓർക്കുക. നമ്മൾ റിവൈസ് എത്ര ചെയ്യുന്നോ അത് നമ്മളെ അത്രത്തോളം ആ ഒരു സബ്ജക്ട് പവർഫുൾ ആക്കിയിട്ട് നമുക്ക് കൺസെപ്റ്റ് തരാൻ റെഡി ആകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സബ്ജക്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അത്രയും ആ സബ്ജക്റ്റിന് നിങ്ങൾ ഇങ്ങോട്ടും എന്ത് ചെയ്യും, സ്നേഹിക്കും. അപ്പൊ അത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് ഇടക്കിടക്ക് റിവിഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് എക്സാമിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്ന റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിക് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ബേസിക് കണ്ടീഷനിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ബേസിക് കണ്ടീഷൻ തന്നെ നോക്കുക. ബേസിക് കണ്ടീഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്തായിരുന്നു? B1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്നാ പറഞ്ഞത്, ഓർക്കുന്നുണ്ടോ? B1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഓർമ്മയിലുണ്ടോ? B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രീവിയസ് ഇയർ 182 ദിവസത്തിൽ കൂടുതൽ. യെസ്, 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടാവുക എന്നതായിരുന്നു. B2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുന്നത് കാണുന്നുണ്ടല്ലോ അല്ലെ? B2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം. ഓക്കെ, B2 എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ എത്ര 60 ദിവസം ഉണ്ടാവുക, പ്ലസ് പ്രീവിയസ് ഇയറിന്റെ മുൻപുള്ള 4 പ്രീവിയസ് ഇയേഴ്സ് എടുക്കുക. അതിനാണ് നമ്മൾ 4P എന്ന് പറഞ്ഞത്. 4 പ്രീവിയസ് ഇയേഴ്സിൽ 365 കൂടുതൽ ഉണ്ടാവും. ഈ സന്ദർഭമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡീഷണൽ കണ്ടീഷൻ ആണ്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ ഒരു വ്യക്തി റെസിഡന്റ് ആവാം, ഒരു വ്യക്തി എന്താവാം, റെസിഡന്റ് ആവാം, അതുപോലെ തന്നെ നോൺ റെസിഡന്റും ആവാം. നോൺ റെസിഡന്റ്, അതിന് നമ്മൾ കണ്ടീഷൻ പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെസിഡന്റിനെ രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ആള് നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. രണ്ടാമത്തെ ആള് വിളിക്കുന്ന പേരാണ് റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. എന്താണ്? റെസിഡന്റിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പൊ ഒരു വ്യക്തി റെസിഡന്റ് ആയാൽ അയാളെ നമ്മൾ എന്ത് ചെയ്യണടാ, 2 ക്ലാസിഫിക്കേഷനിൽ നോക്കണം. അതായത് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് നോക്കണം, അല്ല എങ്കിൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ നോക്കണം. അപ്പൊ എപ്പോഴാണ് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവുക എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെയും 2 കണ്ടീഷൻ നോക്കാനുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ A1 ആണ്, രണ്ടാമത്തെ കണ്ടീഷൻ A2 ആണ്. ഏതൊക്കെ കണ്ടീഷൻ? ഒന്നാമത്തെ കണ്ടീഷൻ A1 ആണ്, രണ്ടാമത്തെ കണ്ടീഷൻ A2 ആണ്. അപ്പൊ A1ഉം A2ഉം രണ്ടും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ എന്താണ്? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണ്. രണ്ടും ചെയ്യണേ. നമ്മൾ നേരത്തെ റെസിഡന്റ് ആവാൻ B1 ഓർ B2 എന്നാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ നമുക്ക് പറയാനുള്ളത് A1 ആൻഡ് A2 രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. A1ഉം A2ഉം സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ റെസിഡന്റ് ആണ്, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണ്. അപ്പോ ഒരാൾ എപ്പോഴാണ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവുക? ശ്രദ്ധിക്കുക, സന്ദർഭങ്ങൾ ഓരോന്ന് പറയാ. A1 A2 ഉണ്ട്. A1 A2ല് ഇത് ഓരോ സന്ദർഭം നോക്കുക. A1 സാറ്റിസ്ഫൈഡ് ആണ്, A2 സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. അയാൾ എന്താണ്? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. രണ്ടാമത്തെ സന്ദർഭം A1 സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, A2 സാറ്റിസ്ഫൈഡ് ആണ്.
അപ്പോഴും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. A1 സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, A2 സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, അപ്പോഴും അയാൾ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ഇപ്പൊ ഈ 3 സന്ദർഭം ഞാൻ ഇവിടെ ചെയ്തു. അതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ടിനും ടിക്ക് വന്നിട്ടുണ്ടോ? രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആരാവുള്ളൂ? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിന്റെ കേസിലാണ് വരിക. ഈ പറഞ്ഞത് ക്ലിയർ ആണോ അല്ലേ എന്ന് എല്ലാവരും ഒന്ന് കമന്റിൽ വരിക. ഒന്ന് കമന്റിൽ വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഈ പറഞ്ഞത് ഓക്കെ ആണോ അല്ലേ? ഓക്കെ ആൻസർ. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇനി നമ്മൾ അറിയേണ്ടത് എന്താണ്? സ്ക്രീനിന്റെ കാര്യം ഒന്ന് പോയാ അപ്പൊ തന്നെ റെക്കോർഡിംഗ് ഓൺ അല്ലേടാ? ഓണാണ് സർ. ഓക്കെ ഓക്കെ. ആവണം. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ എന്താണ് പോകുന്നത്? സ്ക്രീൻ ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. ഓക്കെ, ഞാനിപ്പോ കമന്റ് നോക്കാൻ വേണ്ടി വന്നപ്പോഴല്ലേ പോയത് സ്ക്രീന്? ഇടക്കിടക്ക് പോകുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടോ നോക്കേ. ഇപ്പൊ ഞാൻ സ്ക്രീനിൽ പോന്നിട്ടുണ്ട്. ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ട് എല്ലാവരും? അതൊന്ന് യെസ് ഓർ നോ എന്ന് പറഞ്ഞേ. ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടോ? കമന്റ് നോക്കാൻ പോകുമ്പോ സ്ക്രീൻ ഓഫ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ എന്താ അവസ്ഥ? ഇപ്പൊ കാണുന്നുണ്ട്? യെസ് കാണുന്നുണ്ടെങ്കിൽ യെസ് ഇടുക, ഇല്ലെങ്കിൽ നോ ഇടുക. ഇപ്പൊ യെസ് ആണോ നോ ആണോ പറഞ്ഞു? ഇപ്പൊ കാണുന്നില്ല. അപ്പൊ കമന്റിലേക്ക് ഞാൻ വരുമ്പോൾ കാണുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ കമന്റിൽ നിന്ന് തിരിച്ചു വരികയാണ്. ഇനി ഈ ഉള്ള അവസ്ഥ ഒന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ കാണുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വോയിസിൽ പറഞ്ഞാൽ മതി. ഞാൻ കമന്റിൽ ഇപ്പൊ ഇല്ല. ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, റെഡി. യെസ്. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് A1 എന്താണ്, A2 എന്താണ് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് A1 മനസ്സിലാക്കാം. A1 എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് 10 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എടുക്കുക. എന്തെടുക്കുക? 10 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എടുക്കുക. ആ 10 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് മൊത്തം നോക്കിയിട്ട് അറ്റ്ലീസ്റ്റ് 2 പ്രീവിയസ് ഇയറിലെങ്കിലും റെസിഡന്റ് ആവുക. ഒന്നാമത്തെ എന്താ A1 എന്ന് പറഞ്ഞത്? ശ്രദ്ധിക്കുക, 10 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എടുക്കുക. 10 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എടുത്തിട്ട്, പ്രീവിയസ് ഇയർ അല്ല കേട്ടോ എടുക്കേണ്ടത്, പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് ആണ് എടുക്കേണ്ടത്. പ്രിസീഡിങ് പ്രീവിയസ് 10 എണ്ണം എടുത്തിട്ട് അതിൽ ഏതെങ്കിലും 2 എണ്ണത്തിൽ റെസിഡന്റ് ആവുക. ഏതെങ്കിലും 2 എണ്ണത്തിൽ റെസിഡന്റ് ആവുക. A2 എന്താണ് പറയുന്നത്? A2 നോക്കുക. A2 ഒന്നുമില്ല, 7 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എടുക്കുക. ഈ 7 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എടുത്തിട്ട് അതിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 730 ഡേയ്സ്, അതായത് 730 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടാവുക. ഇങ്ങനെയാണെങ്കിൽ A1 A2 സാറ്റിസ്ഫൈ ചെയ്തു. ഇവിടെ നമുക്ക് ആദ്യം 7 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് ഏതാ നോക്കാം. ഒന്ന് ഏതാ വരിക? നമ്മുടെ പ്രീവിയസ് ഇയർ ആദ്യം. സ്ക്രീൻ പോലെ എല്ലാവർക്കും പോയി. സ്ക്രീൻ കാണുന്നില്ല, വെറുതെ വൈറ്റ് സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ. ഒരു വൈറ്റ് സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ. വൈറ്റ് സ്ക്രീനിൽ ഇതൊന്നും കാണുന്നില്ല. കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ല. നേരത്തെ ഞാന് ഒറ്റ മിനിറ്റ്, ഞാൻ നേരത്തെ B1 B2 എന്ന് എഴുതിയതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല മുൻപ്. ഞാൻ ഓക്കെ, ശരി ശരി, ഒരു മിനിറ്റ്. ഇപ്പൊ എന്താ കാണുന്നേ? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സെക്ഷൻ 6. ഓക്കെ, ഇപ്പൊ എന്താ കാണുന്നത്? A1 A2. A1 A2 10 preceding year. ഇതൊക്കെ കാണുന്നില്ലേ? 10 PPY ഒക്കെ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് നമ്മൾ നോക്കുന്നത് ഇല്ലാത്ത ഇഷ്യൂ ഉണ്ടെങ്കിൽ അപ്പൊ പറയണം കേട്ടോ. ഏതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ? ഏതാ? 2024-25 ആണ്. ഇതിന് മുൻപുള്ള 7 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് അതൊക്കെ വരിക. 1 23-24, 2
22, 23, 3, 21, 22, നാലാമത്തെ ഏതാ 20, 21. ഇതുവരെ നമ്മൾ നേരത്തെ ബേസിക് കണ്ടീഷനിൽ എഴുതിയ വർഷങ്ങൾ തന്നെയാണ്. 5 ഏതാ വരിക 19, 20. 6 ഏതാ വരിക 7, 18, 19. 7th ഏതാ വരിക 17, 18. യെസ്, ഇത്രയും പ്രീവിയസ് ഇയേഴ്സ് എടുത്തിട്ട് 730 ദിവസം ഉണ്ടോ നോക്കുക. ഒന്നാമത്തെ അതാണ് A2 വേണ്ടിയിട്ടുള്ള എഴുതി. ഇനി 10 നോക്കുമ്പോ എന്താ 10 നോക്കുമ്പോ എവിടെ വരിക 16, 17. അതുപോലെ തന്നെ 15, 16. 10th വരുമ്പോ 14, 15. യെസ്, ഒന്നുമില്ല, ഇവിടെ 24, 25 അല്ലേ, ഇതിന് മുൻപുള്ള 10 എടുക്കുമ്പോ ഇവിടെ 14, 15 എത്തും. ഓക്കെ, അപ്പോ ഇതിൽ എണ്ണൂല കേട്ടോ, പ്രീവിയസ് ഇയർ ആണ് ഇത്. പ്രീവിയസ് ഇയറിന്റെ മുൻപുള്ള 10 4 എണ്ണമാണ് 7 എണ്ണമാണ്. ഓക്കെ, അപ്പോ ഇത് ഓക്കെ അല്ലേ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഏതെങ്കിലും 2 പ്രീവിയസ് ഇയർ റെസിഡന്റ് ആവുക എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്നുകൂടെ പറയൂ സർ. ഓക്കെ, A2 റെഡി ആണോ അല്ലേ, അതൊന്ന് പറഞ്ഞേ. A2 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എടുത്താൽ അതിൽ 730 ദിവസവും അതിൽ കൂടുതൽ ഉണ്ടാവുക എന്ന് പറഞ്ഞത് ക്ലിയർ ആണോ അല്ലേ? ഓക്കെ, അത് ക്ലിയർ ആണ്. ഫസ്റ്റത്തെ ക്ലിയർ ആണ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഞാൻ എഴുതുന്ന കാണുന്നുണ്ടോ എന്ന് ആദ്യം പറയാ. ഒരു വര വരച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ A1 ആണ് നോക്കുന്നത്. A1 എന്താ പറഞ്ഞത് 10 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എടുത്തു, അതിൽ ഏതെങ്കിലും 2 വർഷം റെസിഡന്റ് ആവുക. എങ്ങനെ ഏതെങ്കിലും 2 വർഷം റെസിഡന്റ് ആവുക? റെസിഡന്റ് ആവാനുള്ള കണ്ടീഷൻ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നത്? B1 നോക്കുക അല്ലെങ്കിൽ B2 നോക്കുക. അപ്പൊ ഉദാഹരണത്തിന് 14, 15 ഒരാൾ റെസിഡന്റ് ആണോ നോക്കണമെങ്കിൽ എന്ത് ചെയ്യുക? 14, 15 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടോ നോക്കുക. ഇനി 16, 17 നമ്മുടെ 10 പ്രീസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് ഇല്ലേ, അതിൽ 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടോ നോക്കുക. ഇനി ഇതില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ വർഷത്തിൽ 60 ദിവസം ഉണ്ടോ നോക്കുക. അതിന് മുമ്പുള്ള 4 വർഷത്തിൽ 365 ദിവസം ഉണ്ടോ നോക്കുക. സാധാ റെസിഡന്റ് ആവാനുള്ള എന്താ കണ്ടീഷൻ? അത് ഈ 10 വർഷങ്ങളിൽ ചെക്ക് ചെയ്യുക. അതിൽ ഏതെങ്കിലും 2 വർഷം ഉണ്ടായാൽ മതി. ഇപ്പൊ പറഞ്ഞത് ഓക്കെ ആണോ അല്ലേ എന്ന് പറ, അല്ലെങ്കിൽ ഒന്നും കൂടെ എനിക്കൊന്ന് വിശദീകരിക്കാനാണ്. ഇപ്പൊ പറഞ്ഞത് ഒന്നും കൂടെ പറയേണ്ടതുണ്ടോ? അതെല്ലാം ഓക്കെ ആണോ? വോയിസ് ആയിട്ട് തന്നെ പറയണേ. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞത് 10 പ്രിസീഡിങ് പ്രീവിയസ് ഇയറിൽ റെസിഡന്റ് ആവുക. എത്ര വർഷം? 2, മിനിമം 2 വർഷമെങ്കിലും റെസിഡന്റ് ആവുക. എങ്ങനെയാടാ റെസിഡന്റ് ആവുക? റെസിഡന്റ് ആവാനുള്ള കണ്ടീഷൻ നമ്മൾ ഇന്നലെ പഠിച്ചു. B1 ഓർ B2 സാറ്റിസ്ഫൈഡ് ചെയ്യുക. അപ്പൊ B1 എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 180 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടാവുക. B2 എന്താ? 60 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ 365 ഡേയ്സ് ഓർ മോർ എന്താണ് 4 പ്രീസീഡിങ് പ്രീവിയസ് ഇയേഴ്സിൽ ഉണ്ടാവുക. അപ്പോൾ ഈ 10 വർഷം എടുത്തിട്ട് ഒരു വർഷം നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണം 17, 18 റെസിഡന്റ് ആണോ നോക്കുകയാണ്. അത് നോക്കുമ്പോൾ എന്ത് ചെയ്യുക? അതിൽ B1 സാറ്റിസ്ഫൈഡ് ആണോ നോക്കുക, ഇല്ലെങ്കിൽ B2 സാറ്റിസ്ഫൈഡ് ആണോ നോക്കുക. അപ്പൊ A1 നോക്കണമെങ്കിൽ നമുക്ക് എന്തറിയണോ? B1 ഉം B2 അറിയണം. B1, B2 ഇന്നലെ നമ്മൾ പഠിച്ച അതേ കണ്ടീഷൻസ് ആണ്, പക്ഷെ ഏതെങ്കിലും 2 വർഷത്തിൽ ഉണ്ടാവുക. ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഇന്നലെ ചോദിച്ച അതേ ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്. എന്താ ചോദ്യം എന്നറിയോ? ബ്രെഡ്ലി എന്നിട്ട് ഞാൻ തിരിച്ചു വരാം കേട്ടോ. ഈ ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്ലാരിറ്റി കിട്ടും, അതുകൊണ്ടാണ്. ബ്രെഡ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളിക്കാരൻ ഇന്ത്യയിൽ IPL കളിക്കാൻ വേണ്ടി കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് 100 ദിവസം ഇന്ത്യയിൽ വരുന്നുണ്ട്. 100 ദിവസം ഇന്ത്യയിൽ വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് അയാൾ A2 സാറ്റിസ്ഫൈഡ് ആണോ? അതാണ് ആദ്യം അറിയേണ്ടത്. A2 സാറ്റിസ്ഫൈഡ് ആണോ? അല്ല. അല്ല. 7 വർഷത്തിൽ എത്രയുള്ളൂ? 700 എത്തുന്നുള്ളൂ. A2 സാറ്റിസ്ഫൈഡ്. ഇനി ഞാൻ ചോദിക്കുന്നത് A1 സാറ്റിസ്ഫൈഡ് ആണോ? A1 സാറ്റിസ്ഫൈഡ് ആണോ നോക്കാൻ ഒന്നാമത് നമ്മൾ നോക്കേണ്ടത് B1 റെഡി ആണോ? അയാൾ 152 ദിവസം ഏതെങ്കിലും ഒരു വർഷം എടുത്താൽ 152 ദിവസം ഇന്ത്യയിൽ ഉണ്ടോ? ഒന്ന് ചെക്ക് ചെയ്യാണ്ടോ? ഇല്ല, 100 ഇല്ല. എന്നാ B2 അവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. B2 അയാൾ 60 ദിവസം, അതുപോലെ തന്നെ അതിന് മുൻപുള്ള ഒരു 4 പ്രീവിയസ് ഇയേഴ്സും കൂടെ എടുത്തു കഴിഞ്ഞാൽ 365 വരുമോ?
വരും. വരും. അപ്പൊ B2 റെഡിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എത്ര വർഷം എടുത്തു കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് 2 വർഷം അയാളെ റെസിഡന്റ് ആയി കിട്ടൂലേ? കിട്ടുമോ ഇല്ലേ? 2 വർഷം റെസിഡന്റ് ആയി കിട്ടുമല്ലേ? കിട്ടും. അപ്പോൾ A1 റെഡിയാണ്, പക്ഷെ A2 റെഡി അല്ല. അപ്പൊ ഇത് രണ്ടും കൂടെ റെഡി ആയാലേ നമ്മൾ അയാൾ എന്ത് ചെയ്യുള്ളൂ? RO&R എന്നുള്ള വിളിക്കുള്ളൂ, അല്ലെങ്കിൽ R എന്നാ വിളിക്കുക. നേരത്തെ കൺഫ്യൂഷൻ പറഞ്ഞ ആളുകൾക്കൊക്കെ ഇപ്പൊ റെഡി ആണോ ഒന്ന് കമന്റ് ചെയ്യുക. ഇത് ഞാൻ റെഡി ആക്കാതെ ഇവിടുന്ന് എണീറ്റ് പോകില്ല, അതുകൊണ്ടാണ് ഇത് റെഡി ആവണം. ഇത് ക്രക്സ് ആണ്, നിർബന്ധമാണ്. എക്സാമിന് 5 മാർക്കാണ്. അതുകൊണ്ട് ഓക്കെ ആണോ അല്ലേ എന്ന് പറഞ്ഞിട്ട് കൺഫേം ചെയ്തിട്ട് പോവാം. ആർക്കെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് പോയി. ഓക്കെ ആണ്. ഓക്കെ. അപ്പോ ഇനി ഞാൻ അതൊക്കെ ഒന്ന് കാണിക്കാം, അത്രേ നമുക്കുള്ളൂ. ഇതാണ് ഇത്രയും പറഞ്ഞ കണ്ടീഷൻ. നമ്മൾ എക്സാമിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചാർട്ട് പോലെ വരയ്ക്കുക, ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും. എന്നിട്ട് ഉദാഹരണം ഇപ്പൊ നമ്മൾ ബ്രെഡ്ലിയുടെ എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് കാണാം. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും എക്സാമിനർക്ക് ഈ ഒരു ചാർട്ട് എല്ലാം മനസ്സിലാവണം. ബ്രെഡ്ലിയുടെ നേരത്തെ ആ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ? പ്രീവിയസ് ഇയർ എടുക്കുമ്പോൾ ഇല്ല, 100 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. 100 ദിവസേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്താ? 60 അതുപോലെ തന്നെ 400 വന്നിട്ടുണ്ട്. ഇത് റെഡിയാണ്. യെസ്, റെഡിയാണ്. അപ്പൊ അയാൾ എന്താണ്? റെസിഡന്റ് ആണ്. ഇനി ഇത് റെഡിയാണോ? ഈ കണ്ടീഷൻ ഞാൻ പറഞ്ഞ് അതേ സാധനം ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നേ ഉള്ളൂ കേട്ടോ. ഈ കണ്ടീഷൻ റെഡിയാണോ? 2 വർഷം റെസിഡന്റ് ആവുക, അത് റെഡിയാണ്. അതിൽ ഇനി നമുക്ക് റെഡിയാണ്. എല്ലാ വർഷവും നമുക്ക് റെസിഡന്റ് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ. ഈ മൂന്നാമത്തെ കണ്ടീഷൻ ഇതൊന്ന് മാറ്റണേ. ഇത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത് മാറിപ്പോയതാണ്. 730 days എന്നാണ് കേട്ടോ. 730 days എന്നാണ്. ഇത് റെഡി ആവുന്നുണ്ടോ? 730 days റെഡി ആവുന്നുണ്ടോ? 700 ദിവസമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നോ ആണ്. നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നമുക്ക് എപ്പോഴും എല്ലാത്തിനും ഒരേ ഫോർമാറ്റും ആകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മറന്നു പോകില്ല. ഇത് ഇതേപോലെ എഴുതി വെക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിലുള്ള ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത്ര ഡേയ്സ് ആണുള്ളത്, അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് അല്ല, ഇത് സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ട് എന്താണ്? റെസിഡന്റ് ആണ്, ബട്ട് നോട്ട് ഓർഡിനറി ആണ്. കൺക്ലൂഷൻ കൊടുക്കുക. എക്സാമിനറിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇത്ര മാത്രം നോക്കിയാൽ ഫുൾ ഡീറ്റെയിൽ കിട്ടി. വേറെ ഒന്നും അയാൾ ചിന്തിക്കൂല, മാർക്ക് ഇട്ട് പോകും. ഒരു കാര്യം പറയാ, നമ്മൾ എക്സാമിനറിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിങ്ങൾ എക്സാമിനറിനെ സുഖമായിട്ട് നോക്കാൻ വേണ്ടി അയാളെ പ്രേരിപ്പിക്കുന്നുണ്ടോ അത്രയും അയാൾ നിങ്ങളുടെ അടുത്ത് റിലാക്സ് ആയിരിക്കും. നിങ്ങൾ ഒന്നായിട്ട് വാരി വലിച്ച് എഴുതി കഴിഞ്ഞാൽ എക്സാമിനറിന് ഇത് എന്താണ് എന്നുള്ള ചിന്തയായിരിക്കും. അപ്പൊ അയാൾ മാർക്ക് ഇടാൻ എന്തായിരിക്കും? അയാൾക്കും ഒരു വൈമുഖ്യം ഉണ്ടാവും. നേരെ വർഷങ്ങൾ അയാളെ ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് നോക്കൂ. കുറച്ചൊക്കെ അയാൾ കണ്ണെടുക്കും. ഇവ എന്നെ ഇടങ്ങാറാക്കിയില്ല, എങ്കിൽ ഇവൾ എന്നെ ഇടങ്ങാറാക്കിയിട്ടില്ല എന്നൊരു ചിന്തയിലായിരിക്കും. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. കുറച്ച് സുഖമായിട്ട് കാണുന്ന ഒരു പേപ്പറിന് അങ്ങനെ സിംപ്ലി മാർക്ക് ചെയ്തു പോകും. മറ്റേ അയാൾ ഇടങ്ങാറാക്കാണ്, ഒരുമാതിരി എഴുതിയിട്ട് നല്ലക്ക് റെഡി ആക്കാതെ. അപ്പൊ അയാൾ എന്ത് ചെയ്യും? തിരിച്ചു നമ്മളെടുത്ത് ഇതൊക്കെ മതി, അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളൂ എന്നുള്ളത് തോന്നലായിരിക്കും വരും. അത് നിങ്ങളെ അപേക്ഷിച്ച് നോക്കി മനസ്സിലാവും. നല്ലതാണെങ്കിൽ പറഞ്ഞോളൂ. ഈ ചാർട്ട് സാറ് ഇത് തന്നെ നോട്ട് തരുന്നതിലുണ്ടാവും, അതോ ഇപ്പൊ ഞങ്ങൾ ലെക്ചർ നോട്ട് എഴുതണോ? ഇന്ന് ഞാൻ PDF ഇട്ട് ലെക്ചർ നോട്ട് നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും എഴുതിക്കോളൂ. പക്ഷെ ഞാൻ ഇന്ന് PDF ഇട്ടതിൽ ഇതില്ലായിരുന്നോ? ഞാൻ ഇന്നൊരു PDF ഇട്ടിരുന്നല്ലോ ലാസ്റ്റ്, അതിൽ ഇതില്ലായിരുന്നോ? ഉണ്ട്. ഓക്കെ. ഏതായാലും ഇന്നത്തെ ക്ലാസ് കഴിയുന്നതോടുകൂടെ ഞാൻ അത് തരും കേട്ടോ. ഇത് എഡിറ്റ് ചെയ്യണം. ഞാൻ ഒന്നും കൂടെ തരും. ഇത് മറന്നു പോയത് 730 അത് ടൈപ്പ് ചെയ്തതിന്റെ ഇടയിൽ വിട്ടുപോയതാണ്. ഓക്കെ. ഇത് റെഡി അല്ലേ? ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഓക്കെ. അപ്പൊ നമ്മള് എന്താണ്, 2 കണ്ടീഷൻസും നമ്മൾ പറഞ്ഞു. A1 പറഞ്ഞു, A2 പറഞ്ഞു, അതുപോലെ B1 പറഞ്ഞു, B2 പറഞ്ഞു. റെഡി അല്ലേ? അതിൽ കൺഫ്യൂഷൻ ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊന്ന് ചെറിയൊരു ചാർട്ട് പോലെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അവിടെ നിൽക്കട്ടോ. ഇന്റർപ്രിട്ടേഷൻ തന്നെ ഒരു ഗ്രാഫിക്കലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ജനറൽ കേസിലുള്ള ഡിസ്കഷൻ ആണ് നോക്കുന്നത്. നോക്കുക, ഒരാള് 182 days ഓർ മോർ ഇന്ത്യയിൽ എന്നതിന്റെ ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ അയാൾ എന്ത് വിളിക്കും? റെസിഡന്റ് എന്ന് വിളിക്കും. ഇവിടെ നോ ആണെങ്കിൽ നമ്മൾ അടുത്തൊരു കണ്ടീഷൻ നോക്കും. എന്താ കണ്ടീഷൻ? 60 ദിവസം അതിൽ കൂടുതൽ ഉണ്ടാവുക, പ്ലസ് പ്രീവിയസ് ഇയേഴ്സ് നോക്കുക. 4 അതിൽ 365 ദിവസം ഉണ്ടെങ്കിൽ അയാളെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് വന്നാലും റെസിഡന്റ് ആയി മാറും. ഓക്കെ അല്ലേ? ഇത് റെഡിയാണ്. ഇനി അടുത്തത് ഇതും സാറ്റിസ്ഫൈ ചെയ്ത് കാണുന്നില്ല. ഇല്ല,
കാണുന്നുണ്ട്. കാണുന്നുണ്ട്. എന്നാ പിന്നെ ഒന്ന് ബാക്ക് അടിച്ച് വന്നോളൂ കേട്ടോ. ഓക്കെ, അപ്പോ ഇത് നോക്കാം. ഈ ഒരു കണ്ടീഷൻസ് വർക്ക് ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അറിയുന്ന കാര്യം തന്നെ. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ ഒരു ഗ്രാഫ് അങ്ങനെ പലപ്പോഴും ഗ്രാഫുകൾ സൈക്കോളജിക്കലി പറയല അതാണ്. ഗ്രാഫുകൾ പലപ്പോഴും നമ്മൾ ആൻസേഴ്സ് മനസ്സിലാക്കാനും ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന മനസ്സിലാക്കാനും സിമ്പിൾ ആവും എന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഹെൽപ്ഫുൾ ആവാൻ സാധ്യത ഉണ്ട്. നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. കാരണം മീൻസ് പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ എന്റെ 2 മണിക്കൂർ മെനക്കെടണ്ടല്ലോ. അതുകൊണ്ട് കൂടെയാണ് പറയുന്നത് ഇങ്ങനെ ആനിമേഷൻ ഒക്കെ കൊടുത്തു വരാൻ വേണ്ടിയിട്ട്. അപ്പൊ റെസിഡന്റ് ആയി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ നോക്കേണ്ടതാണ് 10 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സിൽ 2 വർഷമെങ്കിലും എന്ത് ചെയ്യുക, റെസിഡന്റ് ആവുക. അത് ഇല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാള് എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്രേ ഉള്ളൂ. ഞാൻ ഇതൊന്ന് വിശദീകരിച്ചിട്ട് അങ്ങോട്ട് പോവാം. അപ്പൊ ഒരാളെ കേസ് ഇത്ര സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഈ ഒരാള് സ്ട്രൈറ്റ് ആയിട്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, റെസിഡന്റ് ആയി. A1 സാറ്റിസ്ഫൈ ചെയ്തു, എന്നാൽ A2 നോക്കണം. A2 സാറ്റിസ്ഫൈ ചെയ്ത റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആയി. ഇനി മറ്റൊരാള് ഏതാ മറ്റൊരാള്? ഇതാ, ഒന്നാമത്തെ സാറ്റിസ്ഫൈ ആയിട്ടില്ല, രണ്ടാമത്തേക്ക് വന്നു. അപ്പൊ രണ്ടാമത്തെ സാറ്റിസ്ഫൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതേ റൂട്ടിൽ വീണ്ടും പോവാം. ഇതും സാറ്റിസ്ഫൈ ആയിട്ടില്ല, ഇതും സാറ്റിസ്ഫൈ ഇല്ല, റൂട്ട് പോയി, നോൺ റെസിഡന്റ് ആയി. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ A1 A2 കിട്ടണേ. അതൊന്ന് നല്ലപോലെ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഒന്ന് മനസ്സിലാക്കുക. ഈ കണ്ടീഷൻ ഓർ ആണ്, ഏതെങ്കിലും ഒന്ന് മതി. ഈ കണ്ടീഷൻ ആൻഡ് ആണ്. ഈ ഒരു കണ്ടീഷൻ ആൻഡ് ആണ്. അതായത് അഡീഷണൽ കണ്ടീഷൻ രണ്ടും വേണം, നിർബന്ധമായിട്ടും വേണം. എടാ, ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഗ്രാഫ് കൊണ്ട് എന്തെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടോ? അതൊന്ന് ആദ്യം പറയാം. ഈ ഗ്രാഫ് കൊണ്ട് എന്തെങ്കിലും സഹായം ഉണ്ടോ? പെട്ടെന്ന് മനസ്സിലാവുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാനത് ഇനിയും ഇത് കഴിയുന്നത്ര നമുക്കും ഒരു കാര്യങ്ങൾ മൈൻഡൊക്കെ ഫ്രീ ആകുമ്പോഴേ ഇതൊക്കെ ഇങ്ങനെ വർക്കായി വരുള്ളൂ. അപ്പം ഓക്കെ, ഹെൽപ്ഫുൾ ആണ്. അതറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ചും കൂടെ ചെയ്യുന്നതിനൊരു അങ്ങനെയല്ലടാ, ഏതൊരാൾക്കും ഒരു റിവാർഡ് കിട്ടുമ്പോഴല്ലേ നിങ്ങൾ മനസ്സിലാവുമെന്ന് പറയുന്നതാണ് എന്റെ റിവാർഡ്. അപ്പൊ അത് കിട്ടുമ്പോഴല്ലേ എനിക്ക് കൂടുതൽ ചെയ്യാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഓക്കെ, ഞാൻ അഡീഷണൽ കണ്ടീഷൻ ബേസിക് കണ്ടീഷൻ വ്യക്തമായി പറഞ്ഞു. ഇതിന്റെ ഒക്കെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. അവിടെ നിൽക്കട്ടെ. പ്രോബ്ലം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ ഡിസ്കഷൻ സത്യത്തിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു 2-3 കണ്ടീഷൻസും കൂടെ പറഞ്ഞിട്ടാണ് നമ്മുടെ യഥാർത്ഥ പ്രോബ്ലംസ് വരാൻ പോകുന്നത്. മറ്റേ ഞാൻ എന്ത് ചെയ്യും, ഓരോ ക്വസ്റ്റ്യൻസ് ഇപ്പൊ തന്നില്ലേ, ബ്രെഡ് ലീഡ് ഒരു ക്വസ്റ്റ്യൻ തന്നില്ലേ, അതുപോലെയുള്ള ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നോട്ടുകളും കൂടെ മനസ്സിലാക്കണം. ഇത് നിങ്ങൾ നല്ല പോലെ ശ്രദ്ധിക്കുക. എന്റെ ഡിസ്കഷൻ നല്ലപോലെ മനസ്സിലാക്കുക. ഒന്നാമത്തത്, ഈ ഒരു നോട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങളെ വളരെ സഹായിക്കുന്ന ഒരു നോട്ടാണ്. എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താ പറഞ്ഞത്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോയ ദിവസം വന്ന ദിവസം ഇന്ത്യയിൽ പരിഗണിക്കണം എന്നുള്ള. അതായത് 1/4/2024 ഒരാൾ ഇന്ത്യയിൽ നിന്ന് പോയി എന്ന് കരുതുക. ഇത് ഇന്ത്യയിൽ നിന്ന് പോയ ദിവസം ഇന്ത്യയിൽ ഉൾപ്പെട്ടതായിട്ട് കണക്കാക്കണം. അതേപോലെ തന്നെ 31/7/2024 അയാൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു എന്ന് കരുതുക. ആ തിരിച്ചു വന്നാൽ ആ ദിവസം ഇന്ത്യയിലുള്ളതായി കണക്കാക്കണം. അതായത് ഡേയ്സ് 182 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോയ ദിവസം ഇന്ത്യയിൽ കൂട്ടണം, വന്ന ദിവസം ഇന്ത്യയിൽ കൂട്ടണം. ഓക്കെ, യഥാർത്ഥത്തിൽ 24 hours രണ്ടെന്നും എടുത്ത് ഉണ്ടോ നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. 24 hour ഇല്ലെങ്കിൽ 1 day കൂട്ടൂല. പക്ഷെ നമ്മളെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ 1-ാം തീയതി 5 മണിക്ക് പോയി എന്നൊന്നും ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പോയ ദിവസം വന്ന ദിവസം കൂട്ടുക, അത്രയാണ്. പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് നമ്മളെ പാസ്പോർട്ട് എടുത്തു നോക്കിയാൽ എന്ത് കാണും, ഇന്ന് എത്ര മണിക്കാ പോയത്. അപ്പൊ അതുവരെ ഇന്ത്യയിൽ ഉണ്ട്. അന്ന് പോയ ദിവസം ഒരു 13 മണിക്കൂറുണ്ട്, വന്ന ദിവസം ഒരു 12 മണിക്കൂറുണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോ 24 മണിക്കൂറിലേറല്ലേ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു ദിവസമേ കൂട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റൂല. വന്നത് എത്ര മണിക്കാണ്, പോയത് എത്ര മണിക്കാന്ന് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ വന്ന ദിവസം പോയ ദിവസം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഈ പറഞ്ഞത് ഓക്കെ ആണോ അല്ലേ എന്ന് വോയിസ് ആയിട്ടൊന്ന് പറയാം. ഇത് മാറ്റിന്നോ, സ്ക്രീൻ മാറ്റിന്നോ? ആടോ, നോട്ട് 1 കാണുന്നില്ലേ? നോട്ട് 1 ആർക്കും കാണുന്നില്ല? ഇല്ല, അത് മാറിയിട്ടില്ല. ഫസ്റ്റ് കാണിച്ചു തന്നില്ലേ, B1, B2, A1, A2 ഒരു ഗ്രാഫ് ടൈപ്പ് ആയിട്ട് അതില് നിൽക്കുക.
എല്ലാവർക്കും അതന്നെയാണോ അവസ്ഥ? അല്ല അല്ല നിന്റെ നെറ്റ്വർക്കിന്റെ കുഴപ്പം. അല്ല അല്ല ഇതന്നെ ആ ചാർട്ട് തന്നെ നിക്കണേ. എല്ലാവർക്കും ചാർട്ടാണോ കാണുന്നത്? ചാർട്ടാണ് കാണുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ എന്താ കാണണേ? നോട്ട് വന്നു. ഓക്കെ ഓക്കെ. അതായത് നോട്ട് 1 ഇത്രേ പറഞ്ഞു. ഓക്കെ, നോട്ട് 1 പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞത്? നമ്മൾ പോയ ദിവസം വന്ന ദിവസം ഇന്ത്യയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യണം. ആ പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, അത്രേ ഉള്ളൂ. പോയ ദിവസം വന്ന ദിവസം. പ്രാക്ടിക്കലി അതല്ല കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ആരെങ്കിലും CA CM ഒക്കെ പോകുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ടാവും എന്ത്, വന്ന ദിവസം പോയ ദിവസമാണ് കൂട്ടുന്നതെങ്കിലും 24 മണിക്കൂറാണ് ചെക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പറയും. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമുക്ക് അങ്ങനെ ഡേറ്റ് ഇന്ന മണിക്കൂറിന് വന്നു എന്നൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പോയ ദിവസം വന്ന ദിവസം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. സ്ലൈഡ് മാറിയണോ എന്ന് ആദ്യം ഒന്ന് കമന്റ് ചെയ്യാം. മാറിയിട്ടുണ്ട്. പക്ഷെ ക്ലിയർ ഇല്ല. കാണുന്നില്ല? ക്ലിയർ തീരെ അല്ല. അതിന്റെ കളർ കോമ്പിനേഷനോടുള്ള പ്രശ്നമാണോ? ഗ്രീൻ കളറിലുള്ളത്, ആ ഗ്രീൻ കളറിലുള്ളത് ബ്ലറായി നിക്കണ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, മോളത്തെ മോളത്തെ യെല്ലോ ഷെയ്ഡൊക്കെ ഒരു ബ്ലർ ആയിക്കുന്നു. ഏതായാലും ഞാൻ കാര്യങ്ങൾ പറയാം, ഒന്ന് നോക്കാം. ഞാൻ അടുത്ത ഇതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എന്തായിരുന്നു? രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ 60 ദിവസം പ്രീവിയസ് ഇയർ എടുക്കുക, അതുപോലെ തന്നെ അതിന് മുൻപുള്ള 365 ദിവസം എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ കണ്ടീഷൻ ബാധിക്കാത്ത ഒരു 3 കൂട്ടരുണ്ട്. ഏതാ കണ്ടീഷൻ? 60 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞ B2 കണ്ടീഷൻ വേണ്ടാത്ത, അത് ചെക്ക് ചെയ്യണ്ട. B2 ഏതാണ്? അപ്പൊ അവർക്ക് നമ്മളിപ്പോ പറയാൻ പോകുന്ന ആളുകളെ എന്താണ്? ഓക്കെ ഓക്കെ ഓക്കെ. B1 മാത്രം സാറ്റിസ്ഫൈ ആവുന്ന ഒരു ടീമിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. B1 എന്താ? ഈ പറയപ്പെടുന്ന ആളുകൾക്ക് 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ റെസിഡന്റ് ആയി പരിഗണിക്കുള്ളൂ. ഞാൻ പറയാൻ പോകുന്നത് എന്താണ്? 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ മാത്രമേ റെസിഡന്റ് ആവുള്ളൂ. അതായത് പറയാൻ പോകുന്ന ടീം ഒരൊറ്റ കണ്ടീഷൻ നോക്കുക, അത് സാറ്റിസ്ഫൈ അല്ലെങ്കിൽ ഒരു നോൺ റെസിഡന്റ് ആണ്. ഏതാ കണ്ടീഷൻ? B1 ആണോ B2 ആണോ? B1 മാത്രം നോക്കാൻ പാടുള്ളൂ. ആരൊക്കെ ആളുകള്? ഒന്നാമത്തത് ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഒന്നാമത്തെ ആളാരാണ്? ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഈ ഇന്ത്യൻ സിറ്റിസണ് ഇന്ത്യക്ക് പുറത്ത് എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടി പോവാണ്. എടാ, അവരെ കേസിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എംപ്ലോയ്മെന്റ് പർപ്പസിന് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയി, എന്നിട്ട് ഇന്ത്യയിലേക്ക് ഫോറിൻ മണി കൊണ്ടുവരുന്നു. നമ്മുടെ ഫോറിൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പുറത്തേന്ന് ഇന്ത്യയിലേക്ക് എമൗണ്ട് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥ അത്രയും മെച്ചപ്പെടും. അങ്ങനെയൊക്കെയുള്ള ആളുകള് അവരെ കുടുംബം കാണാൻ വേണ്ടിയിട്ട് ഒരു 60 ദിവസം ഇന്ത്യയിൽ വന്ന് നിന്ന് അതിന് മുൻപുള്ള ഒരു 4 വർഷത്തെ കണക്ക് കൊടുക്കുമ്പോൾ ഇതേപോലെ 365 ദിവസം ഉണ്ടെങ്കിൽ അവർ റെസിഡന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ അവര് ഇന്ത്യനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യന്മാരാണ്. അങ്ങനത്തെ ആളുകളെ ഇങ്ങനെ ക്രൂശിക്കാൻ പാടുണ്ടോ ലോജിക്കലി? അതുകൊണ്ട് തന്നെ അവർക്ക് ഗവൺമെന്റ് ഒരു പരിഗണന കൊടുക്കുകയാണ്. നിങ്ങൾ എംപ്ലോയ്മെന്റ് പർപ്പസിന് പോയ ഇന്ത്യൻ സിറ്റിസൺ ആണോ എന്നാ കുഴപ്പമില്ല, നിങ്ങൾ ആ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കണ്ട, ഒന്നാമത്തെ കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ഇത് ഗവൺമെന്റിന്റെ ഒരു തലോടലാണ് എല്ലാവർക്കും ഉള്ളത്. അതായത് 182 ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ റെസിഡന്റ് ആവുള്ളൂ. എന്താ റെസിഡന്റ് ആയുള്ള പ്രശ്നം എന്ന് മനസ്സിലായോ? ഇപ്പൊ സൗദിയിൽ പോയ ഒരാള് അല്ലെങ്കിൽ UK പോയ ഒരു മനുഷ്യൻ
അയാൾ അവിടുന്ന് ഉണ്ടാക്കിയ സാലറിക്ക് പോലും ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ഗ്ലോബൽ ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ അവർക്ക് ഗവൺമെന്റ് റിലാക്സേഷൻ കൊടുത്താ ഈ പറയപ്പെടുന്ന 3 ആളുകളുണ്ട്. ഇവരൊക്കെ രണ്ടാമത്തെ കണ്ടീഷൻ അവരെ നോക്കുകയേ വേണ്ട. അതിൽ ഒന്നാമത്തെ ആളാരാണ്? ഇന്ത്യൻ സിറ്റിസൺ. ശ്രദ്ധിക്കണേ, ആരാണ്? ഇന്ത്യൻ സിറ്റിസൺ ആവണം. അതുപോലെ എംപ്ലോയ്മെന്റ് പർപ്പസിന് ഇന്ത്യക്ക് പുറത്തു പോയ ആളാവണം. രണ്ടാമത്തെ ആളും ഇതേപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ ആണ്. അയാള് ഒരു ഷിപ്പിലെ മെമ്പർ ആണ്. പക്ഷെ ആ ഷിപ്പ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഏത് ഷിപ്പ് പോകാൻ പറ്റൂല. നമ്മളെ ഷിപ്പ് ഏതാ? നമ്മളെ ഷിപ്പ് ഇന്ത്യൻ ഷിപ്പ്. ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ മെമ്പർ ആയിട്ട് പോയ ഒരാള്, അയാളും 182 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അയാൾ റെസിഡന്റ് ആവുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സാധാരണ ഷിപ്പിലൊക്കെ പോകുന്ന ആളുകൾ, നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടില്ലേ? യൂട്യൂബ് കുറെ ആളുകൾ, ഷിപ്പിലുള്ള ആളുകൾ അവരുടെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു 6 മാസം അവർ കടലിലായിരിക്കും. അപ്പൊ അവർക്ക് ലീവ് എങ്ങനെ കിട്ടുക? കുറച്ചു കാലത്തേക്ക് അവർക്ക് ലീവ് കിട്ടുക. അങ്ങനത്തെ ആളുകൾ ഒരു 60 ദിവസം ഇന്ത്യയിൽ നിന്നാൽ തന്നെ അവരെടുത്തുനിന്ന് ഗ്ലോബൽ ഇൻകത്തിന് ടാക്സ് പിടിക്കും എന്ന് പറഞ്ഞാൽ അതെന്തല്ല, ശരിയല്ല. അതുകൊണ്ട് തന്നെ അവർക്കും ഗവൺമെന്റ് ഒരു റിലാക്സേഷൻ കൊടുത്തു. എടാ, നിങ്ങൾ എന്ത് ചെയ്യണ്ട, 182 ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ റെസിഡന്റ് ആവുള്ളൂ, അല്ലാതെ 60 + 365 ഉണ്ടായാൽ റെസിഡന്റ് ആവൂല എന്ന് ഗവൺമെന്റ് പറഞ്ഞു. അടുത്തൊരു ടീമുണ്ട്, പക്ഷെ അവർ ഇന്ത്യൻ സിറ്റിസൺ മാത്രമല്ല, വേറൊരു ടീമും കൂടെയാണ്. ആരാണ്? പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ആരാ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ? അവരുടെ പാരന്റ്സ് ചിലപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും, പക്ഷെ അവർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഒക്കെ ഒഴിവാക്കി പോയ ആളുകളായിരിക്കാം. ഇത് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾ പലരും പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് അവരെ ഗവൺമെന്റ് പരിഗണിച്ചതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആളുകളുടെ അവര് വിദേശത്ത് പോയി, അവരുടെ മക്കളൊക്കെ അവിടെ ജനിച്ചത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തു. ഇങ്ങനത്തെ ആളുകൾ അവരെയാണ് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ. ഇത്ര സിമ്പിളായി മനസ്സിലാക്കുക. അവർ ഇന്ത്യൻ സിറ്റിസൺ അല്ല, പക്ഷെ അവരുടെ രക്ഷിതാക്കൾ, അവരുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ചിലപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്, ചിലപ്പോൾ നല്ല ആണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ആളുകളും പ്ലസ് ഇന്ത്യൻ സിറ്റിസണും. അപ്പൊ ആദ്യത്തെ 2 പോയിന്റിൽ ആര് മാത്രമേ ഉള്ളൂ? ഇന്ത്യൻ സിറ്റിസൺ മാത്രമേ ഉള്ളൂ. എന്നാൽ മൂന്നാമത്തെ പോയിന്റിൽ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ അവര് ഇന്ത്യയിലേക്ക് വരികയാണ്. അവരെങ്ങോട്ട് വരികയാണ്? വിസിറ്റ് ഇന്ത്യ വിസിറ്റ് ചെയ്യാണ്. പക്ഷെ അവരുടെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അവരുടെ ഇൻകം 15 ലക്ഷം വരെ ഉള്ളൂ. ഇന്ത്യൻ ഇൻകം കേട്ടോ, ഇന്ത്യൻ ഇൻകം. ഞാൻ ഈ പറയുന്ന ഓരോ വേർഡുകൾ വായിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഞാൻ പറയുന്ന ടേം നോക്കുക. ഈ മൂന്നാമത്തെ പോയിന്റുള്ള ആൾ ആരാണ്? ഒന്നാമത്തത് ഇന്ത്യൻ സിറ്റിസൺ ആവാം. ഇന്ത്യൻ സിറ്റിസൺ തന്നെ ആവണം നിർബന്ധമില്ല, അയാൾ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനും ആവാം. അയാൾ കംസ് ടു ഇന്ത്യ ഓൺ എ വിസിറ്റ്, ഒരു വിസിറ്റിന് വേണ്ടി ഇന്ത്യയിലേക്ക് വരികയാണ്. എടാ, അവരെന്താണ്? അവരുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒക്കെ നാടാണ് ഇന്ത്യ. അവർ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വരികയാണ്. അവർ പുറത്ത് എന്തൊക്കെ ബിസിനസ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തുള്ള ആളുകളാണ്. അവരെന്ത് ചെയ്യാണ്? ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനത്തെ വ്യക്തികള് ഇന്ത്യൻ ഇൻകം 15 ലക്ഷം വരെ ഇന്ത്യൻ ഇൻകം അവർ നേടിയിട്ടുള്ളൂ. ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിന് മുകളിൽ പോവുകയാണെങ്കിൽ അവരുടെ കേസ് വേറെ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്. ഇന്ത്യൻ ഇൻകം 15 ലക്ഷമോ അതിന് താഴെ ഉള്ളൂ. ഇങ്ങനത്തെ ആളുകളും 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടായാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? റെസിഡന്റ് ആയി കണക്കാക്കുള്ളൂ. അല്ലാതെ രണ്ടാമത്തെ കണ്ടീഷൻ ആയിട്ടുള്ള 60 + 365 ഇവർക്ക് ബാധകം അല്ല. ഒന്നും കൂടെ ഞാൻ വ്യക്തമായി പറയുന്നു, നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്, രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ ബാധകമല്ലാത്ത ടീംസ് ആരൊക്കെയാണ് എന്നുള്ളതാണ്. അതിന് 3 ആളുകളെ നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തത് രണ്ടാമത്തെ കേസിലും ഇന്ത്യൻ സിറ്റിസൺ മാത്രമേ ഉള്ളൂ. ഈ ഇന്ത്യൻ സിറ്റിസണിന്റെ ഒന്നാമത്തെ കേസ് ആരാണ്? എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടി ഇന്ത്യക്ക് പുറത്തു പോയ ആളാണ്. രണ്ടാമത്തെ ആളാരാണ്? ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ മെമ്പർ ആണ്. ഈ 2 ഇന്ത്യൻ സിറ്റിസണും 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ മാത്രമേ റെസിഡന്റ് ആവുള്ളൂ. എന്നാൽ മൂന്നാമത്തെ ടീമില് ഇന്ത്യൻ സിറ്റിസൺ തന്നെ ആവണമെന്നില്ല, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനും ആവാം. അതായത് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ആരാ? അവരുടെ രക്ഷിതാക്കൾ, ഇവർ ഇന്ത്യൻ സിറ്റിസൺ അല്ല, പക്ഷെ അവരുടെ രക്ഷിതാക്കൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്. അങ്ങനത്തെ ആളുകൾ ഇന്ത്യയിലേക്ക് വരികയാണ്. എന്തിനു വരിക? ഇന്ത്യക്ക് ഒന്ന് കാണാൻ. ഇന്ത്യ മാത്രമല്ല, അവരുടെ പാരന്റ്സ് ഇവിടെ ഉണ്ടാവും, അവരുടെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും. അപ്പൊ അവരുടെ വീട് കാണാന്, മറ്റുള്ളത് കാണാന്, അല്ലെങ്കിൽ ഇന്ത്യ ആ ഒരു ഗൃഹാതുരത്വം ഫീൽ ചെയ്യുമ്പോൾ അവരൊന്നും ഇങ്ങോട്ട് വരുന്നതാണ്. ഈ ആളുകൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, പക്ഷെ അവരുടെ ഇൻകം കൂടെ ശ്രദ്ധിക്കണം. അവസാനം പറഞ്ഞ പോയിന്റുള്ള ആളുകളെ ഇൻകം കൂടെ ശ്രദ്ധിക്കണം. അവരുടെ ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിൽ താഴെയാണ്.
ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിൽ താഴെയാണ്, ഇന്ത്യൻ സിറ്റിസണോ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനോ ആണ്, അവർ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വരികയാണ്, അവർക്കും ഒരു 6 മാസം വരെ ഇന്ത്യയിൽ നിൽക്കാം. 182 ദിവസത്തിൽ കൂടുതൽ 182 ദിവസവും അതിൽ കൂടുതൽ നിന്നാൽ മാത്രമേ റെസിഡന്റ് ആവുള്ളൂ. അല്ലാതെ എന്തില്ല, 60 + 365 ആയാൽ റെസിഡന്റ് ആവൂല. ഇപ്പൊ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? അതാണ് എനിക്ക് ആദ്യം കിട്ടേണ്ടത്. ഞാൻ കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. പോയിന്റ് ക്ലിയർ ആണോ എന്ന് എല്ലാവരും ഒന്ന് പറയാം. യെസ്. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? സാറേ ഇതിലെ ലാസ്റ്റ് പറഞ്ഞതിൽ തേർഡ് കണ്ടീഷനിൽ 182 അതില് കൂടുതൽ ഉണ്ടെങ്കിലും ഇൻകം 15 lakhs കുറവാണെങ്കിൽ വരില്ല അവര്? അതായത് ഇൻകം 15 ലക്ഷത്തിൽ താഴെ ആണെങ്കിലേ അവരെന്താ ഉള്ളൂ, 182 ഡേയ്സിന്റെ ബാധകമാവുള്ളൂ. ഇന്ത്യ ഇൻകം 15 അത് നമ്മൾ വേറെ പറയുന്നുണ്ട്. ഡീംഡ് റെസിഡന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. അവർക്ക് 182 ഡേയ്സ് തന്നെ വേണ്ട, അവർ ഒരു ദിവസം പോലും ഇന്ത്യ ഇല്ലെങ്കിൽ അവർ റെസിഡന്റ് ആവും. അത് നമ്മൾ വേറെ പറയുന്നുണ്ട്. ഒരു ദിവസം പോലും ഇന്ത്യയിൽ വേണ്ട. എങ്ങനെ കേട്ടില്ല? കറക്റ്റ് 15 ലക്ഷം ആണെങ്കിലോ? അതാണ് അപ് ടു 15 ലക്ഷത്തിന് മുകളിലാണെങ്കിലാണ് എന്ത് ആ ഡേയ്സിന്റെ കാര്യം. 15 ലക്ഷം എത്തിക്കഴിഞ്ഞാലും 15 ലക്ഷത്തിന് താഴെയാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷനാണ്. 15ന് മുകളിൽ പോയി കഴിഞ്ഞാലാണ് കേട്ടോ. ഗ്രേറ്റർ ദാൻ 15 lakh ആണെങ്കിലാണ് നമ്മൾ പറഞ്ഞ ഒരു ദിവസം ഇല്ലെങ്കിൽ പോലും അവർ റെസിഡന്റ് ആവും എന്ന് പറഞ്ഞത്. അത് നമ്മൾ അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞത് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് തീർക്കാം. എന്നിട്ട് ഞാൻ 1-2 കേസുകളോടെ എഴുതും. അതോടുകൂടെ നമ്മൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കും. ഇന്ന് എത്ര 10 മണിക്കായോ? ഇല്ല അല്ലെ, ആവുന്നേ ഉള്ളൂ. മിനിറ്റും കൂടി. ഓക്കെ. സാർ നിങ്ങൾ ആ ചാർട്ട് ഒന്ന് ഇതിലിടുവോ? എല്ലാം ഇടും, ഞാൻ എല്ലാം ഇടും. പക്ഷെ എൻ്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നോട്ട് മാക്സിമം നിങ്ങളെടുത്ത് സൂക്ഷിക്കുക. ഞാൻ എൻ്റെ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്നതാണ്. ഒരുപാട് ആളുകൾ ടാക്സിന്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പം പലപ്പോഴും നോട്ടുകൾ പോകുമ്പോൾ നമ്മുടെ എഫേർട്ടിന് ഒരു വില ഇല്ലാതാവുന്ന കരുതികൊണ്ടാണ്. നിങ്ങൾ മാത്രം ഉപയോഗിക്കുക കേട്ടോ. ഇത് ലെക്ചർ നോട്ട് പോലെ എഴുതി വെക്കാൻ, അങ്ങനെ ആകുമ്പോ കുറച്ചുകൂടെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു നമ്മുടെ ഗ്രൂപ്പിൽ നിന്നോട്ടെ എന്നാ ഉദ്ദേശിച്ചത്. അത് നമ്മളുടെ ഒരു കണ്ടന്റ് അല്ലേ എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എത്ര ഉപയോഗിച്ചോളൂ, എനിക്കൊരു പ്രശ്നമില്ല. ഓക്കെ, ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് അത് എല്ലായിടത്തും പബ്ലിഷ് ചെയ്യും. ക്ലാസ് ഉള്ളത് വരെ അവിടെ നിന്നോട്ടെ എന്ന് കരുതി. കാരണം ഒരുപാട് പേര് ക്ലാസ് ടാക്സിന്റെ ഇത് വിടുന്നുണ്ട്. അപ്പൊ നമ്മുടെ എഫേർട്ടും കൂടെ മിക്സ് ആവരുത് എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രം, വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് എടാ ഒരു ആള് ആദ്യമായി ദുബായിൽ പോവാണ്. ആദ്യമായി ദുബായിൽ എന്ത് ചെയ്യാണ്, പോവാണ്. എന്നാ ദുബായിൽ പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ്, നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ഓഗസ്റ്റ് 15/8/2024 പോയി. ഫസ്റ്റ് ടൈം ദുബായിൽ പോവാണ്. ഫസ്റ്റ് ടൈം. എന്തിനാ പോയത്? എംപ്ലോയ്മെന്റ് പർപ്പസിനാ പോയത്. എന്ത് പർപ്പസിനാ പോയത്? എംപ്ലോയ്മെന്റ് പർപ്പസിനാ പോയത്. ഓക്കെ, ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഇന്ത്യൻ സിറ്റിസൺ എംപ്ലോയ്മെന്റ് പർപ്പസിന് ഇന്ത്യക്ക് പുറത്തു പോയി. ഇയാള് റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ? നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ ചോദിച്ച ക്ലിയർ ആണോ എന്നൊന്ന് പറയാ. ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ടൈം ദുബായിൽ പോവാണ്. എന്തിനാ പോയത്? എംപ്ലോയ്മെന്റ് പർപ്പസിനാ പോയത്. ഇന്ത്യൻ സിറ്റിസൺ ആണ്. ആദ്യം പോയത് ഓഗസ്റ്റ് 15, 2024. പ്രീവിയസ് ഇയർ ഏതാ? 24-25 അല്ലേ? ഈ 24-25 ഓഗസ്റ്റ് 15 ഒരു മനുഷ്യൻ പോയിട്ടുണ്ട്. എംപ്ലോയ്മെന്റ് പർപ്പസിനാ പോയത്. ഇയാൾ റെസിഡന്റ് ആണോ? അല്ല, റെസിഡന്റ് ആണ്. ഓക്കെ, എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ആർക്കെങ്കിലും റെസിഡന്റ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറയാം. റെസിഡന്റ് അല്ലല്ലോ, ടാക്സ് കൊടുക്കണ്ടല്ലോ. അല്ല, ടാക്സിലേക്ക് നമുക്ക് വരാം. റെസിഡന്റ് ആണോ അല്ലേ? ടാക്സ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാനുണ്ട്. റെസിഡന്റ് ആണോ അല്ലേ എന്നുള്ള സ്റ്റെപ്പിലേക്ക്. അയാൾ B1 സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നൊന്ന് പറഞ്ഞ ആദ്യം. B1 സാറ്റിസ്ഫൈഡ് ആണോ?
B1 സാറ്റിസ്ഫൈഡ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞാൽ മതി. ഏപ്രിൽ മാസത്തിൽ എത്ര ദിവസം അയാളുണ്ട്? ഏപ്രിൽ മാസം 30 ദിവസം അയാളില്ലേ? ഉണ്ട്. മെയ് മാസത്തിൽ 31 ദിവസം അയാളുണ്ട്. ഉണ്ട്. ജൂണിലും 31 ദിവസം അല്ല 30 ദിവസം അയാളുണ്ട്. ജൂലൈയിലും അയാൾ എത്ര ദിവസം ഉണ്ട്? 31 ഉണ്ട്. ഓഗസ്റ്റിൽ അയാൾ എത്ര ദിവസം ഉണ്ട് എന്ന് പറഞ്ഞേ. ഓഗസ്റ്റിൽ എത്ര ദിവസം ഉണ്ട്? 15 ദിവസം. 15 എന്ന് എടുക്കണം. പോയ ദിവസം കൂട്ടണം കേട്ടോ. പോയ ദിവസം കൂട്ടട്ടെ. ടോട്ടൽ ഡേയ്സ് എത്ര പറഞ്ഞു? 137. 137. അപ്പൊ B1 സാറ്റിസ്ഫൈഡ് അല്ല. ഇനി B2 നോക്കാം അല്ലെ? B2 നോക്കണ്ടേ? BT സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ റെസിഡന്റ് ആണെന്നല്ലേ പറയുന്നത്? റെസിഡന്റ് ആണ്. അതാണ് ഇപ്പൊ ഞാൻ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. B2 അവരെ നോക്കാനേ പാടില്ല. എന്തുകൊണ്ടാ? അയാള് എംപ്ലോയ്മെന്റ് പർപ്പസിന്, അയാൾ ആരാ? ഇന്ത്യൻ സിറ്റിസൺ. എംപ്ലോയ്മെന്റ് പർപ്പസിന് പോയതാ. B2 നോക്കണോ? അതെ, അതുകൊണ്ട് തന്നെ അയാൾ എന്തായി മാറി? നോൺ റെസിഡന്റ് ആയി മാറി. യെസ്, അതാണ്. ഇത്ര ഉള്ളൂ കാര്യങ്ങൾ. ഇനിയിപ്പോ അതിൽ ഏത് കേസും ചോദിക്കാൻ പറ്റും. ഞാൻ ഇനി മറ്റൊരു കേസ് പറയാം. ഇന്ത്യൻ സിറ്റിസൺ ആരാണ്? ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഈ IC എഴുതിയിട്ടുള്ളൂ ഇതിന്. അയാള് ഇന്ത്യയിലേക്ക് വരികയാണ് കേട്ടോ. ഇന്ത്യന്റെ കേരളത്തിന്റെ ആ ഏരിയ, നിങ്ങൾ ഇതൊക്കെ ഇന്ത്യ എന്ന് മനസ്സിലാക്കുക. ബാക്കി വരച്ചാൽ എന്തായാലും റെഡി ആവില്ല. ഓക്കെ, ഇന്ത്യയിലേക്ക് വരികയാണ്. എന്തിനു വരികയാണ്? എന്താവശ്യത്തിന് വരികയാണ്? ഇന്ത്യയിലേക്ക് വരികയാണ്. അയാളുടെ ഇൻകം 14 ലക്ഷമാണ്. അയാളുടെ ഇൻകം എന്താണ്? 14 ലക്ഷമാണ്. അയാള് ഇന്ത്യയിലേക്ക് വന്നത് 2024 നവംബർ 28 തീയതിയാണ്. എന്നാ വന്നത്? നവംബർ 28 തീയതിയാണ്. ഇയാള് റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണ്? നോൺ റെസിഡന്റ് ആണ്. എന്തുകൊണ്ടാണ് നോൺ റെസിഡന്റ്? 15 ലക്ഷത്തിൽ താഴെയാണ്. അതായത് 14 ലക്ഷമാണ് അയാളുടെ ഇൻകം. 15 ലക്ഷത്തിൽ താഴെ, 15 അതിൽ താഴെയാണ്. ഓക്കെ, അയാൾക്ക് B1 B1 B2 രണ്ടും നോക്കണോ? B2 നോക്കണ്ടല്ലോ. B2 നോക്കണ്ട. B1 നോക്കിയിട്ട് അയാൾ 182 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടോ ഇല്ലേ നോക്കുക. അയാൾ ഏപ്രിൽ എത്ര മാസം ഉണ്ട്? ഏപ്രിൽ എത്ര ദിവസം ഇന്ത്യയിലുണ്ട്? 30. ഉണ്ടുണ്ട്. അയാൾ വന്നത് നവംബറിൽ. അതിനെങ്ങനെ ഏപ്രിൽ ഉണ്ടാവും? ഏപ്രിൽ ഇല്ല. മെയിലുണ്ടോ? അതെ, അപ്പൊ നവംബറിൽ എത്ര ഉണ്ട്? അതാണ് ഞാൻ ഒന്ന് ഇങ്ങനെ കേട്ടോ. എക്സാമിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡേറ്റ് തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്യും ഓരോരുത്തര്. എക്സാമിൽ പേടിച്ചിട്ട് സ്പീഡാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് നവംബർ 28, അപ്പൊ ഏപ്രിൽ അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ അത് നേരെ തിരിഞ്ഞ ആൻസർ. അത് നല്ലപോലെ ശ്രദ്ധിക്കാം. നവംബറിൽ എത്ര ദിവസം ഉണ്ടെന്ന് പറഞ്ഞാൽ, അതെ, വന്ന ദിവസം മുതൽ ഇന്ത്യയിലുള്ള ദിവസമാണ് നോക്കേണ്ടത്. അപ്പൊ നവംബറിൽ എത്ര ദിവസം ഉണ്ടോ? നവംബറിൽ എത്ര ദിവസം ഉണ്ട്? 28 ആ, 2 ആണോ 3 ആണോ? 3 ദിവസം. 28, 29, 30. 28, 29, 30 3 ദിവസം. ഡിസംബറിൽ എത്ര ദിവസം? യെസ്, ഡിസംബറിൽ എത്ര ദിവസം? 31. ജനുവരിയില് 31. ഫെബ്രുവരി 2025 ആയിട്ടോ. അപ്പൊ ഫെബ്രുവരിയിൽ 28 ഉള്ളൂ കേട്ടോ. ലീപ് ഇയർ അല്ല. മാർച്ചില് 31. എത്ര ദിവസമായി? 124 അല്ലേ? 123 ആണോ? 24. 24. ഓക്കെ 124.
ഇതാണ് ആൻസർ. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എന്താ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇന്ത്യൻ സിറ്റിസൺ ആണോ മറ്റു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ആർക്കാണ് അപ്ലിക്കബിൾ അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യും, ഇന്നത്തെ ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, നിർത്തും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് A1 ആയിരുന്നു. ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് A1 എന്താ പറഞ്ഞത്? 10 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എടുക്കുക, അതിൽ 2 വർഷം റെസിഡന്റ് ആവുക. ഓക്കെ, അതാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് A2 പറഞ്ഞു, അത് 7 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എടുക്കുക, അതില് 730 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടാവുക. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഒരു കാര്യം തീരുമാനാക്കി. എന്താണ്? ഒരാൾ റെസിഡന്റ് ആവണമെങ്കിൽ എന്താന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു. B1 ഓർ B2 സാറ്റിസ്ഫൈ ചെയ്താൽ മതി എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇത് സാറ്റിസ്ഫൈ ചെയ്ത ഒരു മനുഷ്യൻ ഒന്നെങ്കിൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവും, അല്ലെങ്കിൽ റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവും. റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവുക അപ്പോഴാ നമ്മളിപ്പോ പഠിച്ച A1 വേണം A2 വേണം. ഇത് രണ്ടും സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണ്. എന്നാൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്താ? A1 സാറ്റിസ്ഫൈഡ് അല്ല, A2 അതെ, ബാക്കി എല്ലാ ഓപ്ഷനും A2 ഒന്ന്, A1 ഉണ്ട്, A2 ഇല്ല, അതുപോലെ തന്നെ A1 ഇല്ല, A2 ഉണ്ട്. ഇത് ഏത് ഓപ്ഷൻ വന്നാലും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ഇത് പറഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്താണ്? സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നോക്കേണ്ടാത്ത ചില ആളുകളുണ്ട്. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ അപ്ലിക്കബിൾ അല്ലാത്ത 3 ആളുകൾ. ഒന്ന് ഇന്ത്യൻ സിറ്റിസൺ ആണ്, രണ്ടാമത്തും ഇന്ത്യൻ സിറ്റിസൺ ആണ്, മൂന്നാമത്തെ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണ്. ഇന്ത്യൻ സിറ്റിസൺ എന്താണ്? എംപ്ലോയ്മെന്റ് പർപ്പസിന് ഇന്ത്യക്ക് പുറത്ത് പോയ ആളാണ്. രണ്ടാമത്തെ ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ മെമ്പർ ആണ്. ഇതാരാണ്? കംസ് ഓൺ എ വിസിറ്റ് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വന്ന ആളാണ്. അതുപോലെ തന്നെ അയാളുടെ ഇൻകം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 lakhs ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ലക്ഷം ആയാലും കുഴപ്പമില്ല. ഇത്രയേ ഇന്ന് സംസാരിച്ചിട്ടുള്ളൂ. സെറ്റ് ആണോ? അല്ലേ? ക്ലിയർ ആൻസർ. യെസ്, അത്രേ ഉള്ളൂ. നിങ്ങൾ എല്ലാ പിന്നെ ഡിസ്കഷനിലും നല്ലപോലെ ഉണ്ടാവുക. അതിന്റെ കൂടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൺഡേസോ സാറ്റർഡേസിലൊക്കെ ഏതെങ്കിലും ഒരു സമയം ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് 1 മണിക്കൂർ മുമ്പ് ഞാൻ പറയും നിങ്ങൾക്ക് ആ ഒരു വീക്കിലെ ടോപ്പിക്കൊക്കെ നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ വരാം. നിർബന്ധമൊന്നുമില്ലാതെ ഞാൻ ജസ്റ്റ് നിങ്ങൾ വിളിക്കും, താല്പര്യമുള്ള 1 മണിക്കൂർ മുമ്പ് ഞാൻ എന്തായാലും പറയും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. പലപ്പോഴും നമുക്ക് മടിയായിരിക്കും ഇതൊക്കെ ചെയ്യാൻ. അപ്പൊ നമ്മൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ അതിലൊരു രസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ വിളിക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, വരാട്ടോ. ഓക്കെ, രണ്ടാമതൊരു കാര്യം, നാളെ എന്താണ് സ്ട്രൈക്കും കാര്യങ്ങളും അല്ലേ? എനിക്ക് എന്റെ സർജറി ഞാൻ ആദ്യം ഇതൊന്ന് ഓഫ് ആക്കട്ടെ സ്ക്രീൻ. ഓക്കെ, അതായത് എന്റെ സർജറി കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് കുറച്ച് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വൈകുന്നേരം